ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ഈസി ആയിട്ട് പ്രഷർ കുക്കറിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ കറിയാണ്. ഈ കറി നമുക്ക് ചപ്പാത്തി, ഇടിയപ്പം, അപ്പം, പുട്ട് ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പൊട്ടറ്റോ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. ആ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക് നീളത്തിൽ കീറിയത്. നമ്മൾ ഈ കറിയിൽ എരിവിനായിട്ട് മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല, എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പച്ചമുളക് നിങ്ങൾ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാകുമ്പോഴേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ കറി കൂടുതൽ സ്വാദ്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോഴേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. കറിവേപ്പില മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും സവാളയും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. സവാള ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. സവാള ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന ഭാഗം വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. ആ സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഗരം മസാലപ്പൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പൊടികളെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി കുക്കർ മൂടി ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ സ്റ്റവിൽ വെച്ച് 2 വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കണം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങെല്ലാം നല്ല പാകത്തിൽ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഉടക്കണമെന്നില്ല, പകുതി ഭാഗം കഷ്ണങ്ങൾ നമുക്ക് ഉടച്ചു കൊടുക്കാം. അപ്പോൾ കറി നല്ല കുറുകലും കിട്ടും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഈ കാണുന്ന പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കഷ്ണങ്ങളൊക്കെ ഞാൻ ഉടക്കാതെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയായിരിക്കും കറിക്ക്. ഇനി വീണ്ടും നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം. ഓൺ ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സവാള വഴറ്റിയപ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറുകിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അധിക സമയം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രഷ് കോക്കനട്ട് മിൽക്കാണ്. നിങ്ങൾക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കോ കോക്കനട്ട് പൗഡറോ വേണമെങ്കിൽ ഇതിനായിട്ട് ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇതിലേക്ക് പ്രത്യേകിച്ച് കടുക് വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. കടുക് വറുത്തിട്ടില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തിടുന്നുണ്ട്. കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം.
കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 2 ഉണക്കമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഉണക്കമുളകും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കടുക് വറുത്തെടുത്തത് നമുക്ക് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അപ്പം, ഇടിയപ്പം, പുട്ട്, ചപ്പാത്തി ഇവയുടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്